പിന്നെ ഈ സന്ദർഭം വെച്ചിട്ട് ഇസ്ലാമിക പ്രഭാഷണങ്ങളെയും ഇതുപോലുള്ള ക്ലാസ്സുകളെയും ഖുതുബനെയും ക്ലാസ്സിനെയും മദ്രസകളെയും സംവിധാനങ്ങളൊക്കെ കൊച്ചാക്കി സംസാരിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ടും ചില ആൾക്കാർ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്താ മദ്രസ പഠിച്ചിട്ട് കാര്യം? എന്താ കുറെ വയത് കേട്ടിട്ട് കാര്യം? എന്താ നിങ്ങൾ കുറെ പ്രഭാഷണം നടത്തിയിട്ട് കാര്യം? നിങ്ങളെ സമുദായത്തിൽപ്പെട്ടവരല്ലേ ഈ ചെയ്യണമൊക്കെ എന്ന് പറഞ്ഞ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രഭാഷണങ്ങളോടും വയലിനോടും പരിപാടിനോടൊക്കെ വിമുഖത ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഈ ഞായറാഴ്ച ഇങ്ങനത്തെ വലിയ പരിപാടിക്ക് വരാൻ അവസരം ഉണ്ടായിട്ടും വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കെന്താ ഇതിന് ആളുകൾ പോകുന്നതും വരുന്നതും ഒക്കെ കാണുമ്പോൾ ഒരു മനസ്സാക്ഷി കുത്തുണ്ടാവും. അപ്പോൾ എപ്പോഴെങ്കിലും ഇതിനൊന്ന് വിമർശിക്കാൻ ഒരു വകുപ്പ് കിട്ടിയാൽ എന്ത് ചെയ്യുക? വിമർശിക്കണമല്ലോ. അപ്പോൾ അതിന് കിട്ടിയ ഒരു സാഹചര്യമായിട്ട് ഇത്തരം ഈ കുറ്റകൃത്യങ്ങളിൽ മുസ്ലിം പേരുകൾ വരുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല, വയതുറട്ടൊന്നും കാര്യമില്ല, എന്തിനാ ക്ലാസ്, എന്തിനാ ഉത്ബോധനം എന്നൊക്കെ ഈ സമയത്ത് ആ ഒരു ആശയം വിറ്റഴിക്കാൻ വേണ്ടി ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത് എന്താ പറയുക? ഇവിടെ ഉത്ബോധനം ഉണ്ടായിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, ഉത്ബോധനവും പ്രവർത്തനമൊക്കെ ഇത്രമേൽ ഉണ്ടായിട്ട് ഇതാണ് അവസ്ഥ എങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ആഴ്ചക്ക് തോറും ക്ലാസ്സും അതുപോലെ ഖുതുബയും എല്ലാ പരിപാടിയും നടന്നിട്ട് ഇതാണ് അവസ്ഥ എങ്കിൽ ഇതൊക്കെ നിർത്തിവെച്ച എന്തായിരിക്കും അവസ്ഥ? അത് യൂറോപ്പിലും അവിടെയും ഇവിടെയൊക്കെ കാണുന്ന അവസ്ഥയായിരിക്കും. അപ്പം അതുകൊണ്ട് ഇത് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? പരിഹരിക്കണം. അതിൻ്റെ വേ ഓഫ് മെത്തേഡിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ശാസ്ത്രീയമാക്കണം, വിപുലമാക്കണം. അല്ലാതെ ഈ പേരും പറഞ്ഞ് ഇതുള്ളതും കൂടി ഇല്ലാതെയൊക്കെ അല്ല വേണ്ടത്. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.